നിർത്തിയോ? ഇതുകൂടി എടുക്ക്. ആ ചടയന വല്ലപ്പോഴേ കിട്ടുള്ളൂ. എന്നാ ഇങ്ങത്താ ദാ. ഇനിയിപ്പോ വിശേഷിച്ചൊന്നും പറയാനില്ല. ഏതായാലും അധികം വൈകാതെ അങ്ങ് നടത്തുക. ചിങ്ങത്തിൽ തന്നെ നോക്കാം. പണിക്കരെ കൊണ്ട് തീയതി കുറിപ്പിച്ച് ആളെ അങ്ങോട്ട് അയക്കാം. ആ ആയിക്കോട്ടെ, ശരി. എന്നാ ഇനി വൈകില്ല. കേരളോ ദീപാരാധനയ്ക്ക് മുമ്പ് അങ്ങെത്തണം. ശിവനെ, എല്ലാം മംഗളമായി നടത്തി തരണേ എന്റെ ഭഗവതി. അങ്ങനെ പെണ്ണുകാണൽ ചടങ്ങ് കഴിഞ്ഞു. ഇനി കൊള്ളാവുന്നൊരു ജോത്സ്യനെ കണ്ട് കല്യാണ തീയതി അങ്ങോട്ട് കുറിപ്പിക്കണം. ഇത് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ കാര്യം ഒന്ന് ആലോചിക്കാൻ. എന്നും ഇങ്ങനെ അച്ഛനോടൊപ്പം കളിയോഗം ചായം തേക്കലുമായി നടന്നാ മതിയോ? ആ, പണിക്കരെ പോയി കാണണം, തീയതി കുറിക്കണം. അവൾക്കിഷ്ടമായോ ആവോ? പറയണതങ്ങ് അനുസരിക്കൂ. അമ്മയില്ലാതെ നിങ്ങളെ രണ്ടുപേരെയും വളർത്തി വലുതാക്കിയത് നിങ്ങളോട് ചോദിച്ചിട്ടാണോ? അല്ലല്ലോ. എനിക്കറിയാം. കുട്ടികളുടെ ഇഷ്ടം നോക്കി മംഗളം നടത്തിയ ചരിത്രം ഈ ഇല്ലത്തിനില്ല. തെറ്റായ ചിന്തകൾ വല്ലതും മനസ്സിൽ കയറി കൂടിയിട്ടുണ്ടേല് മാച്ചേക്കാൻ പറയൂ അനിയത്തിക്കുട്ടിയോട്. ഞാൻ പറയണ മനസ്സിലാണുണ്ടോ ഉണ്ണിക്ക്? ഞാനെന്നാ ചുട്ടിപ്പുരയിലേക്ക് ഇറങ്ങാ. നീ വരണ വഴി ഇന്നലത്തെ ചമയങ്ങൾ ആ ക്ഷേത്രത്തെ തിരിച്ചേൽപ്പിക്കുക. കഴിയില്ലാച്ചാ ഗോപിയോട് പറയാ, അവൻ ചെയ്തോളൂ.
തിരശീല നീക്കി തെളിയും നിൻമുഖം എന്നിൽ. തിരശീല നീക്കി തെളിയും നിൻമുഖം എന്നിൽ. ആട്ടവിളക്ക് കൊളുത്തിടുന്നു കളി. ആട്ടവിളക്ക് കൊളുത്തിടുന്നു കളി. ആട്ടവിളക്ക് കൊളുത്തിടുന്നു. തിരശീല നീക്കി തെളിയും നിൻമുഖം എന്നിൽ. എടാ ഞാനിപ്പോ വരാം. ജാനകി, തുടുക്കുറിയഴകുമായി നീന്റെ ചാരത്ത് ആതിര നിലാവായി അണഞ്ഞതല്ലേ തിരു. ആതിര നിലാവായി അണഞ്ഞതല്ലേ. കാറ്റിൻ്റെ കൈകളാൽ മീട്ടുന്ന തമ്പുരു ശ്രുതി ചേർക്കുമീണങ്ങൾ മൂളിയില്ലേ. നാം ഒരു പാട്ടിൻ്റെ വരികളായി മാറിയില്ലേ. തന്താനന തന്താനേ തന്താനന തന്താനേ തന്താനന തന്താനേ തന്താനന തന്താനേ ജാനകി, ജാനകി, എന്താ ഏട്ടാ? ഞങ്ങൾ ഇറങ്ങിയായി. വൈകിട്ട് ആട്ടം കാണാൻ വരണുണ്ടോ നീ? ഇല്ല ഏട്ടാ, ഞാൻ അപ്പുറത്തുണ്ടാവും. ഏട്ടൻ പോയി വരൂ. ഇല്ല, ചമയം കഴിഞ്ഞോടോ? ആ, കഴിഞ്ഞു വരുന്നു. ആ, ഇല്ലത്തൊരു മംഗളകർമ്മം നടക്കാൻ പോണെന്നറിഞ്ഞു. ഉവ്, അങ്ങടേക്ക് ക്ഷണിക്കാൻ വരണുണ്ട്. ആ, മകളെ ഞാൻ കണ്ടിട്ടുണ്ട്. നല്ല ഐശ്വര്യമുള്ള കുട്ടി. അതെയോ? ഇനിയുള്ളത് ഒരു മകൻ. ആ, അതെ, അവനെ കുറിച്ച് എനിക്ക് ആദ്യം. പുതിയ കുട്ടികളല്ലോടോ. അവന്റെ കാര്യം കൂടി ഒന്ന് ശരിയായിട്ട് വേണം സമാധാനമായി കണ്ണടയ്ക്കാൻ. എല്ലാം ഈശ്വര നിശ്ചയം പോലെ നടക്കും. ഇല്ല, അയാൾ വന്നിട്ടില്ലേ കൂടെ? ഉവ്, ചമയങ്ങൾ തിരിച്ചേൽപ്പിക്കാൻ ക്ഷേത്രത്തിലേക്ക് പോയി. എന്തായാലും ആട്ട ഇത്തവണ കേമാക്കണം. അത്ര തന്നെ. മകളുടെ വേളി അങ്ങോട്ട് നടക്കട്ടെ. സാക്ഷാൽ ചെന്നങ്കാട്ടപ്പന്റെ സകല അനുഗ്രഹം ഉണ്ടാവും. എന്നാ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങാം. ഓ, ആയിക്കോട്ടെ. പേര് കേട്ട ഏതോ ഇല്ലത്തൊന്ന് പെണ്ണ് കാണാമെന്നൊന്ന് കേട്ടു. കളിയാക്കണ്ട. ഉണ്ണിയേട്ടൻ നിന്റെ ഇഷ്ടം കൂടി ചോദിച്ചറിയാൻ ആഗ്രഹിച്ചിരുന്നു അല്ലേ? പക്ഷേ അച്ഛന്റെ ശബ്ദം പൊങ്ങിയ പിന്നെ തറവാട്ടിലൊരു പല്ലി പോലും ചലച്ചിട്ടില്ല. അത് ശരി. അപ്പോൾ ആശാൻ കട്ടായം പറഞ്ഞതിന്റെ ബാക്കിയാണ് ഈ കലങ്ങിയ കണ്ണുകൾ. എന്തായാലും ഈ ചിങ്ങത്തോടെ ഗോപിയേട്ടൻ എന്റെ ശല്യം ഒഴിവായി കിട്ടും. ഗോപിയേട്ടാ, കളി ചിരിയൊക്കെ അങ്ങ് അരങ്ങിലും മതി. ഇത് ജീവിതമാണ്. നീ ഇങ്ങനെ എന്നെ തീ തീറ്റിക്കാതെ. എനിക്ക് മനസ്സ് തുറക്കാൻ പിന്നെ വേറെ ആരാ ഉള്ളേ? എന്നാ ഇതുകൂടി കേട്ടോ. എതിര് നിൽക്കുന്നതാരായാലും ഈ നെറ്റിയിൽ സിന്ദൂരം ചാർത്തുന്നത് ഞാനായിരിക്കും. സത്യം?
സത്യം. ഞാൻ പോണു. നേരെ ഒരുപാട് വൈകി. ഇങ്ങനെ പേടിക്കാതെ. ഞാൻ പോണു. ആരെങ്കിലും കണ്ടാല് ഞാൻ വേളി കഴിക്കാൻ പോകുന്ന പെണ്ണാണെന്ന് പറയും. ഈ ധൈര്യം എന്നും ഉണ്ടാവണം. ശരി, ആട്ടം തുടങ്ങി കാണും. അപ്പൊ നാളെ കാണാം കൊളക്കുള വെച്ച് കേട്ടോ. പോട്ടെ. ശരി എന്നാ. എവിടെയായിരുന്നു നീ? ഉണ്ണിയേട്ടനെ കണ്ടില്ലല്ലോ. ഞാൻ കരുതി നിന്നോടൊപ്പം ഉണ്ടാവുമെന്ന്. എന്നോടൊപ്പം ഇല്ലായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഉണ്ടാവുന്നത്. ഇന്ന് തനിച്ചിരുന്നങ്ങ് തുടങ്ങിയോ? ഒറ്റയ്ക്ക് പതിവില്ലാത്താണല്ലോ. എന്ത് പറ്റി? ഒറ്റയ്ക്കിരുന്ന് ഇത്രയും തീർത്തോ? എനിക്കിവിടെ ഒഴിക്കടാവുന്നത്. ഉണ്ണിയേട്ടനെ ആശാൻ തിരക്കുന്നുണ്ടായിരുന്നു. ചമയങ്ങൾ ഏൽപ്പിക്കാനെന്ന് പറഞ്ഞ് പോയ ആളെ പിന്നെ കണ്ടില്ലാത്രേ. ആശാനെന്ന് കത്തിവേഷത്തിൽ ആടി തിമിർത്തിട്ടാ കളന്നിട്ട്. ഇനി ഈ കുപ്പി മുഴുവൻ ഞങ്ങൾക്കാണേ, ഉണ്ണിയേട്ടനില്ലാട്ടോ. നീ ഒഴിക്കടാ പറഞ്ഞ കൂടെ. ഉണ്ണിയേട്ടൻ എന്താ ഒന്നും മിണ്ടാത്തെ? ഞാൻ പോണു. ഇങ്ങനെ മിണ്ടാതിരിക്കാനായിരുന്നെങ്കിൽ ഞാൻ വരില്ലായിരുന്നു. നീ വരണ്ടോ? നാരായണൻ പൊക്കോളൂ. ഗോപി എന്നോടൊപ്പം വന്നോളൂ. ഓ, അപ്പോൾ ഞാൻ ഒറ്റയ്ക്കായി. എന്നാ ശരി, രാത്രി യാത്രയില്ല. നീ എൻ്റെ അച്ഛനേക്കാൾ കേമനാവുകയാണല്ലേ? എന്താ ഉണ്ണിയേട്ടാ? നീ എൻ്റെ അച്ഛനേക്കാൾ നന്നായി ആടുന്നുണ്ട്, പ്രത്യേകിച്ച് പച്ചയിലേക്കുള്ള നിന്റെ വേഷപ്പകർച്ച. ഉണ്ണിയേട്ടാ, നീ ഇനി എന്നെ അങ്ങനെ വിളിക്കരുത്. നിനക്ക് എന്നോടെങ്കിലും ഒരു വാക്ക് പറയാമായിരുന്നു. സത്യം പറ, നിങ്ങൾ തമ്മിൽ എന്താ ബന്ധം? ആരാ അത്? ആരാ ഈ നേരത്തെ? ഉണ്ണി ഗോപിയാണേ. നിങ്ങളാ? ഉണ്ണിയെ ആട്ടം കേമായിരുന്നു എന്ന് അച്ഛനോട് പറയാ. ആ, എഴുന്നക്കളൊക്കെ ഉള്ള സ്ഥലമാണ്, സൂക്ഷിക്കുക. നേരം വൈകി ഉണ്ണിയേട്ടാ, നാളെ കാണാം. ഗോപി ഒന്ന് നിന്നേ. എന്റെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ട് പോയാ മതി. ജാനകിയുടെ കാര്യമാണെങ്കിൽ പറയാൻ ഞാൻ ഒരുപാട് ശ്രമിച്ച, പക്ഷെ മനസ്സിന് ധൈര്യം ഉണ്ടായില്ല. അതുകൊണ്ട് നീ നമ്മളെല്ലാം വിഡ്ഢികളാക്കി സ്വന്തമായി കാര്യങ്ങളങ്ങ് തീരുമാനിച്ചു. ഉണ്ണിയേട്ട എന്ന് വളരെയധികം മദ്യപിച്ചിട്ടുണ്ട്. നമുക്ക് നാളെ സംസാരിക്കാം. പൊയ്ക്കോ. വിശ്വസിച്ച് സ്വന്തം അനിയനെ പോലെ കൊണ്ടു നടന്നിട്ട് നാക്കി പറന്നവൻ.
ഉണ്ണിയേട്ടാ, നിങ്ങളോട് ആശാനോട് എനിക്ക് ബഹുമാനം മാത്രമേ ഉള്ളൂ. പക്ഷെ ഇനി മേലാൽ ഇങ്ങനെ സംസാരിക്കും. പറഞ്ഞാ നീ എന്ത് ചെയ്യും? ഉണ്ണിയേട്ടാ വിട്, ഇത് ശരിയാവില്ല. ഉണ്ണിയേട്ടാ പറയുന്നത് ഇല്ലെങ്കിലോ നന്ദി കെട്ട നായേ. വിടാനല്ലേ. ആരാത്? ഉണ്ണി, ഉണ്ണി, ദേവിയെ, ആരെങ്കിലും ഓടി വരണേ. അയ്യോ, അയ്യോ. ആരെങ്കിലും ഓടി വരണേ. അയ്യോ, അയ്യോ, ആരെങ്കിലും ഓടി വരണേ. അയ്യോ, അവിടെ 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 നമ്മുടെ ഉണ്ണിത്തമ്പുരാൻ മരിച്ചു കിടക്കണു. നമ്മുടെ ആശാന്റെ മകൻ? അതെ അതെ. എന്റെ ചേട്ടപ്പ ചതിച്ചോ ഉണ്ണി? എന്താ നടന്നതെന്ന് ഒരു നിശ്ചയമില്ല. ഇന്നലെ രാത്രിയിൽ എപ്പോഴോ ആയിരുന്നു സംഭവം. കാവിനടുത്താ കിടന്ന് രാവിലെ പൂജയ്ക്കൊന്ന് പോറ്റിച്ചക്കനാ കണ്ടേ. ഗോപിയാണ് പോറ്റിച്ചക്കൻ സംശയം. ചോദ്യം ചെയ്യാനുണ്ട്. ഗോപിക്ക് പറ്റിയൊരു കയ്യബദ്ധം. എന്തിനാണോ എന്റെ കുട്ടിയെ പോലെയല്ലേ ഗോപിയും കണ്ടേ? പറയണോ, എന്തിനാ എന്റെ കുട്ടിയെ അവൻ? രണ്ടുപേരെയും കാവിനടുത്ത് വെച്ച് കണ്ടവരുണ്ട്. അസനെ പോസ്റ്റ്. ജയിലിൽ നിന്നാ. പ്രിയപ്പെട്ട ജാനകിക്ക്, അടുത്തയാഴ്ച എൻ്റെ ശിക്ഷ കാലാവധി കഴിയും. ഇനി നമ്മൾ സ്വപ്നം കണ്ട പോലെ ഒരു ജീവിതം തുടങ്ങണം. ഞാൻ മുമ്പ് അയച്ച കത്തുകളിൽ ഒരെണ്ണത്തിന് പോലും ജാനകി മറുപടി അയച്ചില്ല. ഒരുപക്ഷെ എന്നോടുള്ള ദേഷ്യം കൊണ്ടാണെന്ന് കരുതുന്നു. നടന്നതൊക്കെ വിശദമായി മുൻപുള്ള കത്തുകളിൽ നിന്നും ജാനകി മനസ്സിലാക്കിയെന്ന് കരുതട്ടെ. ഈ ലോകത്തിൽ മറ്റാരും എന്നെ മനസ്സിലാക്കിയില്ലെങ്കിലും എൻ്റെ ജാനകി എന്നെ മനസ്സിലാക്കുമെന്ന് എനിക്കറിയാം. ശിക്ഷ കഴിഞ്ഞ് നിന്നെ കൂട്ടാൻ ഞാനില്ലത്തേക്ക് വരും. സ്നേഹപൂർവ്വം നിന്റെ സ്വന്തം ഗോപി.
ആ